സ്നേഹനിധികളായ ആത്മാന്വേഷികളെ, സൂഫി സാധകരെ, അസ്സലാമു അലൈക്കും. ഖുർആൻ ധ്യാനത്തിൻ്റെ 6-ാം ദിവസത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് നാം. വിശുദ്ധ ഖുർആനിനെ ഹൃദയം കൊണ്ട് സമീപിക്കുന്ന, അതിൻ്റെ ധ്യാനാത്മകമായി ഖുർആനിൻ്റെ പ്രണയപ്പൊരുളിനെ ഒരു ആത്മാന്വേഷിയുടെ ഹൃദയതലത്തിലൂടെ അതിൻ്റെ ജ്ഞാനധാരയെ പുണരാൻ ശ്രമിക്കുന്ന ഈ പ്രവാഹം നമ്മൾ തുടരുകയാണ്. ഇതൊരു ആധ്യാത്മ പ്രവാഹമാണ്. ഈ പ്രവാഹത്തോടൊപ്പമാകുമ്പോൾ ആ പ്രവാഹം തന്നെ വഴി നയിച്ചേക്കും അതിൻ്റെ കടലിലേക്ക്. ഈ ജ്ഞാനപ്രവാഹത്തിൻ്റെ ഗുരുവഴികളിലെ ആ ജ്ഞാനധാരയുടെ ഒഴുക്ക് അങ്ങനെയാണ്. ആരാണോ ആ പ്രവാഹത്തിൽ കണ്ണിച്ചേരുന്നത്, ആ ഒഴുക്കിലേക്ക് വന്നെത്തുന്നതാരോ, അവരെല്ലാം അതിൻ്റെ കൂടെ ആ കടലിലേക്ക് അങ്ങനെ ഒഴുകിച്ചേരുകയാണ്. ആ ഒഴുക്കിലേക്ക് ചേരാൻ സാധിക്കാതെ വേറിട്ട് നിൽക്കുമ്പോൾ അതിങ്ങനെ കുടുങ്ങി വഴിയറിയാതെ വഴി തിരഞ്ഞലയും. ഏതൊന്നാണോ ആ പ്രവാഹത്തിലേക്ക് ചേരുന്നത്, അതാണ് ആ പ്രവാഹത്തിലേക്ക് ചേരുക, ആ ഗുരുവഴികളിലേക്ക് ചേരുക എന്നതാണ് ആധ്യാത്മ മാർഗത്തിൽ ഏറ്റവും പ്രധാനമെന്ന് ഗുരുക്കന്മാർ പറയുന്നത്. അതുകൊണ്ടാണ് ആ പ്രവാഹത്തിനകത്തേക്ക് പ്രവേശിക്കുമ്പോൾ നമുക്ക് ബോധ്യമാകുന്ന ചിലതുണ്ട്. ആ ബോധത്തിൻ്റെ പല തലത്തിൽ നിന്ന് ഈ ജ്ഞാനധാരയെ, ഈ മഅരിഫത്തിനെ, ഈ ആത്മജ്ഞാനത്തെ പല ഘട്ടങ്ങളിലൂടെയാണ് വിശുദ്ധ ഖുർആൻ പ്രകാശിപ്പിച്ചത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞ 4 ക്ലാസ്സുകളിൽ, ആദ്യത്തെ ആമുഖമൊഴിച്ച് 4 ക്ലാസ്സിലും നമ്മൾ 4 ഘട്ടത്തിലിരുന്നുള്ള ബോധത്തിലാണ് സംവദിച്ചത്. ഖുർആൻ പല ബോധത്തിൽ സംവദിച്ചതിനെ ഗുരു നമുക്ക് അതിനെ ഇങ്ങനെ അഴിച്ചു തരുന്നത് പലയിടത്താണ്. ആദ്യത്തെ ഘട്ടത്തിൽ നമ്മൾ പറഞ്ഞു, ഒന്നാമത്തത് വമാ റമൈത ഇദ് റമൈത വലാകിന്നല്ലാഹ റമാ എന്നതിനെ നമ്മൾ വിശദീകരിച്ചപ്പോൾ പറഞ്ഞു, ഒന്നും അവനല്ലാതെ, അള്ളാഹു അല്ലാതെ യാതൊരു പ്രവൃത്തിയുമില്ല എന്ന ജ്ഞാനബോധത്തിൻ്റെ ഉന്നതിയിലിരുന്നാണ് അത് സംവദിക്കുന്നത് നമ്മോട്. അതൊരു ജ്ഞാനത്തിൻ്റെ മറ്റൊരു കാഴ്ചയാണ്, ഒരു ആകാശ കാഴ്ചയാണ്, ഔന്നത്യങ്ങളിലിരുന്നുള്ള കാഴ്ചയാണ്, ഏകത്വത്തിൻ്റെ, ആ വഹദാനീയത്തിൻ്റെ, ആ ഏറ്റവും പരമമായതേതോ അത് മാത്രമാണെന്ന ബോധത്തെ അതിൻ്റെ ഏറ്റവും ഉന്നതിയിലിരുന്നുള്ള കാഴ്ചയാണ്. അത് പിന്നെ അതിൻ്റെ ഘട്ടങ്ങളിലേക്ക്, ഓരോ ഘട്ടങ്ങളിലേക്കും താഴേക്ക് വരുമ്പോൾ അതിലിങ്ങനെ വ്യത്യാസപ്പെടുന്നു. നമ്മൾ സാക്ഷ്യത്വത്തിൻ്റെ ഘട്ടത്തിലേക്ക് പറഞ്ഞു. ആ പരമമായതിനെ സാക്ഷിയാകുന്നവൻ്റെ അവസ്ഥ, ലാ തഹ്സബന്നല്ലദീന ഖുതിലൂ അംവാതൻ, അവിടെ പറഞ്ഞിട്ട് നമ്മളത് വിശദീകരിച്ചു. അംവാത്തുൻ ബൽ അഹ്യാഉൻ ഇൻദ റബ്ബിഹിം യുർസഖൂൻ എന്ന് പറഞ്ഞു. അവർ മരിച്ചവരെ അല്ല, ആ പരമസാക്ഷ്യം സിദ്ധിച്ചവർ, ആ പരമസാക്ഷ്യം സിദ്ധിച്ചവരുടെ അവസ്ഥ, അവരെപ്പോഴും മിൻ ലദുൻക ഇൽമൻ എന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ മിൻ ലദുൻക റഹ്മതൻ എന്ന് പറഞ്ഞു. അവനിൽ നിന്നുള്ള ആ നേരെയായ നേർക്കുനേരുള്ള ഹൃദയത്തിലേക്ക് പകർന്നു ലഭിക്കുന്ന ആത്മജ്ഞാനത്തിൻ്റെ വഴി, ആ ജ്ഞാനപ്രകാശത്തെ, ആ ജ്ഞാനത്തെ, ആ ഭോജനത്തെ, ആ വിശുദ്ധ ഭോജനത്തെ സദാ ലഭിച്ചു കൊണ്ടിരിക്കുന്നവരാണ്. അതൊരു മറ്റൊരിടമാണ്. അതിനുശേഷം നമ്മൾ ആ സാക്ഷ്യം സിദ്ധിച്ചവൻ്റെ അവസ്ഥ പറഞ്ഞു. ആ സാക്ഷ്യം സിദ്ധിച്ചവനിൽ തന്നെ പൂർണ്ണ മനുഷ്യനായ ആ കമാലിയത്തിൻ്റെ തലത്തിൽ മാ സാഗൽ ബസ്റു വമാ ത്വഗ എന്ന് പറഞ്ഞു. അവിടെ കണ്ണ് തെറ്റുകയേയില്ല, അതിൽ മാത്രമായിരിക്കുന്ന അവസ്ഥ, കണ്ണ് തെറ്റാത്ത സസൂക്ഷ്മം, എല്ലാ സദാ അതീവ ജാഗ്രതയിൽ, ജാഗ്രതയുടെ മൂർധന്യത്തിൽ, ഏറ്റവും ആഴമേറിയ ആ ആത്മാവസ്ഥയുടെ സമ്പൂർണതയിൽ, അവിടെ ഒരിക്കലും കണ്ണൊരിക്കൽ പോലും തെറ്റാത്ത വിധം അതിൽ മാത്രമാകുന്ന ആ പൂർണ്ണതയെ, ആ വിശുദ്ധ രഹസ്യത്തെ, ആ പരിശുദ്ധ പ്രവാചകന്റെ ആത്മാവസ്ഥയെ അവിടെ പറഞ്ഞു. അതൊരു പൂർണ്ണ മനുഷ്യൻ്റെ തലമാണ്. അവിടെ നിന്ന് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞപ്പോൾ ഒരു ശിഷ്യഹൃദയത്തിലേക്ക് എങ്ങനെയാണ് അതിനെ കാണേണ്ടത്, ശിഷ്യഹൃദയത്തിലെത്തുമ്പോൾ എങ്ങനെയാണ് ആ ഇടത്ത് അത് സംവദിക്കുന്നത്, അത് സംഭവിക്കുന്നത് എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ പറഞ്ഞു. അവിടെ ഒരു പ്രാർത്ഥന പോലെ പറയുന്നു, റബ്ബന ലാ തുസിഗ ഖുലൂബന ബഅദ
ഇത് ഹദൈതന എന്ന് നേർമാർഗത്തിലാക്കിയ ശേഷം പിന്നെ നീ എന്ത് ചെയ്യരുത്, ഞങ്ങളെ അതിൽ നിന്നും തെറ്റിക്കരുതേ എന്ന് പറയുന്ന അതൊരു ശിഷ്യ തലത്തിൻ്റെയാണ്. ഇങ്ങനെ പല ഘട്ടങ്ങളിലുണ്ട്. ഒരു അന്വേഷിയുടെ തലം അന്വേഷി തന്നെയാണ് ഈ 4 ഘട്ടങ്ങളിലേക്കും അവൻ്റെ ബോധത്തെ ഉയർത്തപ്പെടുന്നത്. ആ ബോധത്തിൻ്റെ പല ഘട്ടങ്ങളിലാണ് സംവദിക്കുക. വിശുദ്ധ ഗ്രന്ഥങ്ങളെല്ലാം, വേദഗ്രന്ഥങ്ങളെല്ലാം, ഗുരുവചനങ്ങളെല്ലാം പല ഘട്ടങ്ങളിലുള്ളവരോട് പല തലത്തിലുള്ള സംവദിക്കലാണ്. ആ സംവേദനത്തെ കൃത്യമായി വേർതിരിച്ചറിയാനുള്ള ആ ജ്ഞാന വിവേചനം ആവശ്യമാണ്. അവിടെയാണ് ഗുരുവിൻ്റെ പ്രസക്തി. അത്രമേൽ കൃത്യതയോടുകൂടി അത് വേർപിരിച്ചു തരണം. പരിശുദ്ധ റസൂലിൻ്റെ പല ശിഷ്യരോടുള്ള വചനങ്ങൾ, പല ശിഷ്യരോട് പല ഘട്ടത്തിൽ, പല തലത്തിൽ, പല ബോധത്തിലിരിക്കുന്ന ശിഷ്യരോട് പല അവസരത്തിൽ, പല വിധത്തിലായിരിക്കും സംവദിച്ചിട്ടുണ്ടാവുക. അതുകൊണ്ടാണ് അതെല്ലാം രേഖപ്പെടുത്താതെ ഇങ്ങനെ പറയപ്പെട്ടതിൻ്റെ തുടർച്ച ആ ബോധത്തിലേക്ക് ഉണർന്നവർക്ക് മാത്രമാണ് അത് മനസ്സിലാവുക. അത് പക്ഷേ പിന്നീട് ഒരേ രീതിയിൽ എഴുതപ്പെടുകയും ആ എഴുതപ്പെട്ടതിനെ ആ ബോധതലത്തിലേക്ക് ഉണരാത്തവർ വളരെ നിസ്സാരമാം വിധം അവരുടെ വൈകാരിക തലത്തിനനുസരിച്ച്, അവരുടെ വിചാരങ്ങളുടെ ഏറ്റവും താഴ്ന്ന തലത്തിലുള്ള വിചാരങ്ങൾക്കനുസരിച്ച് അതിനെ വ്യാഖ്യാനിച്ച് വെക്കുകയും ചെയ്തപ്പോഴാണ് അതിൻ്റെ എല്ലാം വിശുദ്ധി നഷ്ടമായത്. എല്ലാം നമുക്കറിയാം. സൂക്ഷ്മാർത്ഥത്തിൽ ഖുർആൻ പരിഭാഷകളും ഹദീസുകളുമെല്ലാം ആഴത്തിൽ പഠിച്ചവരെല്ലാം ഇതിനെ വ്യക്തതയോടെ പറഞ്ഞിട്ടുണ്ട്. ആഴത്തിൽ പഠിക്കുമ്പോൾ നമുക്കും അത് മനസ്സിലാകും. നമ്മുടെ ആ വിഷയത്തിലേക്ക് നമ്മൾ കടക്കുന്നില്ല. ഇവിടെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് പല ബോധത്തിലാണ്. ഓരോ വചനവും ഓരോ ബോധത്തിലിരുന്ന് സംവദിക്കുന്നതാണ്. അപ്പോൾ ഒരു വചനം കേൾക്കുമ്പോൾ അത് പരമമായ ബോധത്തെ പ്രതിനിധീകരിക്കുന്ന, പ്രതിഫലിപ്പിക്കുന്ന വചനത്തെ ആ ബോധത്തിലിരിക്കുന്നവർക്ക്, ആ ബോധധാരയെ ഉൾക്കൊള്ളാനാവുന്നവർക്ക് മാത്രമാണ് അത് മനസ്സിലാവുക. അതാണ് ആദ്യത്തെ നമ്മൾ പറഞ്ഞ വലാകിന്ന അല്ലാഹറം, അള്ളാഹു മാത്രമേ ചെയ്യുന്നുള്ളൂ, എറിയുന്നുള്ളൂ, നിങ്ങൾ ചെയ്തിട്ടേ ഇല്ല. വമാ റമൈത്ത എന്ന് പറഞ്ഞാൽ അതൊരു ത്വരീഖത്തിൻ്റെ തലമാണ്. ഗുരുക്കന്മാർ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ആ വഴിയിലേക്ക് പ്രവേശിച്ചവന് മാത്രമാണ് മനസ്സിലാവുക. ആ 2ാം ഘട്ടത്തിലേക്ക് പ്രവേശിച്ചവനെ മനസ്സിലാവുകയുള്ളൂ. വമാ റമൈത്ത എന്ന് പറഞ്ഞാൽ എറിഞ്ഞിട്ടേ ഇല്ല, ചെയ്തിട്ടില്ല, ഒന്നുമേ ചെയ്യുന്നില്ല എന്ന തലം മനസ്സിലാക്കണമെങ്കിൽ ആ ഘട്ടത്തിലേക്ക്, 2ാം ആകാശത്തിലേക്ക് പ്രവേശിക്കണം. എന്നാലോ ഇത് റമൈത്ത, നീ എറിഞ്ഞപ്പോൾ എന്ന് പറയുമ്പോൾ, ആ എറിഞ്ഞപ്പോൾ എന്ന് പറയുമ്പോൾ ആ എറിയുക എന്ന ഒരു അവസ്ഥയെ, ഒരു അനുഭവത്തെ, തനിക്ക് ലഭിക്കുന്ന ഒരിടത്തെ, ഏറ്റവും സാമാന്യമായ തലത്തെ, അത് ശരീഅത്തിൻ്റെ ഘട്ടമാണത്. ആ ഘട്ടത്തിലിരുന്നു കൊണ്ട് അതിനെ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ്. അത് പ്രവർത്തിക്കുന്നുണ്ട്, ആ പ്രവർത്തിക്കെല്ലാം പ്രതിപ്രവർത്തനമുണ്ട് എന്ന തലത്തിൽ അതുള്ളതാണ്. അതങ്ങനെ തന്നെയാണ് ആ ഇടം. ആ ആകാശത്തിലിരുന്നു കൊണ്ട് അത് പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ നീ പ്രവർത്തിക്കുന്നില്ല എന്ന ബോധത്തിലേക്ക്, തൻ്റെ കൈകളല്ല, തൻ്റെ പ്രവൃത്തികളല്ല, ഒന്നുമേ പ്രവർത്തിക്കുന്നില്ല എന്ന ബോധത്തിലേക്ക് ഉണരണമെങ്കിൽ ആ ത്വരീഖത്തിൻ്റെ 2ാം ഇടത്തേക്ക് പ്രവേശിച്ചവന് മാത്രമേ, അവൻ്റെ ബോധത്തിന് മാത്രമേ മനസ്സിലാവുള്ളൂ. അവൻ്റെ ജ്ഞാനബോധത്തിന് അത് ഉൾക്കൊള്ളാനാകൂ. താഴെയുള്ള ജ്ഞാനബോധത്തിന് അത് മനസ്സിലാക്കാനാവില്ല. വലാകിന്ന അല്ലാഹ റമാ എന്ന് പറയുമ്പോൾ അത് ഹഖീഖത്തിൻ്റെ ഇടമാണ്. അവിടെ ആരാണ് പ്രവർത്തിക്കുന്നത്? ആ പ്രവൃത്തി മുഴുവനും അതിൻ്റെ യാഥാർത്ഥ്യം എന്താണ്? അതിൻ്റെ പൊരുൾ എന്താണ്? ആ പൊരുൾ അല്ലാഹു അല്ലാതെ പ്രവർത്തിക്കുന്നില്ല. ലാ ഫായില ഇല്ലല്ലാഹ് എന്ന് പറയുന്ന ആ ബോധതലത്തെ മനസ്സിലാക്കണമെങ്കിൽ ആ ഘട്ടത്തെ മനസ്സിലാക്കണം. ആ ബോധത്തിനെ മനസ്സിലാവുള്ളൂ. ഇതിനെല്ലാം ഇങ്ങനെ വിവേചിച്ചറിയേണ്ടതാണ്. അല്ലെങ്കിൽ വലിയ സന്ദേഹത്തിൽപ്പെടും. നമ്മളൊരു സിനിമ കാണുമ്പോൾ ആ സിനിമയുടെ ചിത്രണം ചെയ്യപ്പെടുന്ന, അതിലുണ്ടാകുന്ന കർമ്മങ്ങൾ അത്രയും, ഓരോരുത്തരും അതിലെ കഥാപാത്രങ്ങൾ അത്രയും ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. നെഗറ്റീവായതും പോസിറ്റീവായതും നിഷേധാത്മകമായത് എല്ലാം അതിൽ നടന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. അതും ഇതുമുണ്ട്. വില്ലനും നായകനുമുണ്ട്. ചിലപ്പോൾ നായകൻ തന്നെ വേഷപ്പകർച്ചയിലൂടെ വില്ലനാകുന്നതുമാകാം. സൂക്ഷ്മാർത്ഥത്തിൽ ഗ്രഹിക്കുക. അവിടെ പക്ഷേ ഇത് ആ തലത്തിൽ, ആ ശരീഅത്തിൻ്റെ തലത്തിൽ അതിനെ കാഴ്ച കാണുമ്പോൾ അതിലുണ്ട് ഒരാൾ ആക്രമണം കാണിക്കുന്നുണ്ട്, ആക്രമണത്തിന് പ്രതിപ്രവർത്തനമുണ്ട്, അതെല്ലാം ചെയ്യുന്നേയുണ്ട്. എങ്കിലോ അതിൻ്റെ പുറത്ത് നിന്ന് അതിൻ്റെ ടെക്നോളജി മനസ്സിലാക്കിയ ആൾ ആ സ്ക്രീൻ കാണുമ്പോൾ അവിടെ ഒരു സ്ക്രീൻ മാത്രമേ ഉള്ളൂ, അല്ലേ? അതിലാ വെളിച്ചത്തിൻ്റെ കളികളാണ് അതിൽ നടക്കുന്നത്. അത്രയും അവിടെ ഒന്നും നടക്കുന്നില്ല. ആ വെളിച്ചം അങ്ങ് ഓഫ് ചെയ്താൽ അവിടെ ഒന്നുമേ ഇല്ല, ആരുമില്ല.
ആ സ്ക്രീനിൽ കണ്ടുകൊണ്ടേയിരിക്കുന്ന കുട്ടി അവിടെ പല ആളുകൾ വരുന്നു, പല പ്രവർത്തികൾ ചെയ്യുന്നു, പലതിനെയും പ്രതികരിക്കുന്നു, എന്തെല്ലാം നടന്നുകൊണ്ടേയിരിക്കുന്നു. പക്ഷെ ഇതെല്ലാം ആ വെളിച്ചത്തിൻ്റെ കളി മാത്രമാണെന്നറിഞ്ഞവന്, അതിന് പിറകിലിരിക്കുന്നവനറിയാം അവിടെ ഒന്നും നടന്നിട്ടില്ല, വെളിച്ചം മാത്രമായിരുന്നു എന്ന്. അതേസമയം അവിടെ നടന്നതിൻ്റെ പൂർണ്ണമായ അർത്ഥത്തിൽ അതിൻ്റെ ഒരു ഡയറക്ടർ ചെയ്തതാണ്, അദ്ദേഹം ഉണ്ടാക്കിയതാണ് ഈ ആളുകളെ അത്രയും, ഈ കഥ അത്രയും, അതിൻ്റെ സ്ക്രിപ്റ്റ് അത്രയും ഉണ്ടാക്കിയിരിക്കുന്നത് അതിന് പിറകിലാണ്. ആ സ്ക്രിപ്റ്റാണ് ഇതെല്ലാം കൃത്യമായിട്ട് ചെയ്തിരിക്കുന്നത്. എന്ത് ചെയ്യണം, ആരെന്ത് ചെയ്യണം, എവിടെ ചെയ്യണം, ഏത് സമയത്ത് കൺമിഴിക്കണം എന്ന് പോലും അത്ര കൃത്യമായി, അത്രയും ക്രിയാത്മകമായുള്ള ആ അഭിനേതാവിൻ്റെ ഓരോ ചലനങ്ങളെയും കൃത്യതയോടെ അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. അതുമാത്രമേ അവർക്ക് ചെയ്യാനാകൂ, അതിനപ്പുറം അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യാനാകുന്നതേയില്ല. ഏറ്റവും ആ നികൃഷ്ടമായ കർമ്മങ്ങൾ ചെയ്യുന്ന വില്ലനെയും സൃഷ്ടിച്ചത് അതേ സ്ക്രിപ്റ്റ് റൈറ്റർ തന്നെയാണ്, അദ്ദേഹം ഉണ്ടാക്കിയതാണ്. അതിനെ ആ രീതിയിൽ അടയാളപ്പെടുത്തിയിരിക്കുന്നു അതിൻ്റെ ഡയറക്ടർ. ഇതെല്ലാം അതിന് പിറകിലിരിക്കുന്ന ശക്തിയാണ് എല്ലാം ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. സൂക്ഷ്മാർത്ഥത്തിൽ ഗ്രഹിക്കുക. ഇന്ന് നമ്മൾ അറിയാൻ ശ്രമിക്കുന്ന ഖുർആൻ സൂക്തം സൂറത്ത് അൽ മുദ്ദസ്സിറിലെ 4-ാമത്തെ സൂക്തമാണ്. വളരെ ലളിതമാണ്, വളരെ ചെറുതാണ്. പക്ഷേ അത് അത്രമേൽ ഒരു ശിഷ്യ തലത്തിൽ ഇരുന്നു കൊണ്ട്, ഓരോ ബോധത്തിൽ എന്ന് നമ്മൾ പറയുന്നത് അതുകൊണ്ടാണ്, ഒരു ശിഷ്യ ഹൃദയത്തിൽ ഇരുന്നു കൊണ്ട് സംശുദ്ധി ചെയ്യപ്പെടേണ്ട ഓരോ ആത്മാവും അവൻ്റെ നഫ്സിനെ സംശുദ്ധി ചെയ്യപ്പെടേണ്ട ഇടം എന്നത് എങ്ങനെയെന്ന് കൃത്യതയോടെ പറഞ്ഞു തരുന്നതാണ്. 74-ാമത്തെ അധ്യായത്തിലെ 4-ാമത്തെ സൂക്തം, വളരെ ചെറിയ സൂക്തം. എങ്ങനെയാണ് ഹൃദയ ഗുരു ജലാലുദ്ദീൻ റൂമി ഇതിനെ നമുക്ക് വെളിവാക്കി തരുന്നത് എന്ന് നോക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വ സിയാബക ഫതഹിർ, വ സിയാബക ഫതഹിർ എന്നാണ് ആ സൂക്തം. നിന്റെ വസ്ത്രങ്ങൾ ശുദ്ധിയാക്കുകയും ചെയ്യുക. ഇതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്, അതിലേക്ക് നമ്മൾ കടക്കുന്നില്ല. ഈ വാക്ക് മാത്രം ഗുരു എടുത്തിട്ട് എങ്ങനെയാണ് പറഞ്ഞത്? നിന്റെ വസ്ത്രങ്ങൾ ശുദ്ധിയാക്കുക. അവിടെ നമ്മൾ വസ്ത്രങ്ങൾ എന്നത് ഗുരുക്കന്മാർ, ആധ്യാത്മ ഗുരുക്കന്മാർ എങ്ങനെയാണ് അതിനെ പ്രയോഗിക്കുന്നത്? ഈ വസ്ത്രം എന്നത്, ഈ ശരീരം എന്നത് ഒരു വസ്ത്രമാണ്. ആത്മാവിൻ്റെ വസ്ത്രമാണ് ശരീരം. നമ്മൾ ഈ ശരീരത്തിന് പുറമെ പിന്നെയും വസ്ത്രം അണിയുന്നു. ആ വസ്ത്രം അണിഞ്ഞിരിക്കുമ്പോൾ ആ വസ്ത്രമാണ് ആ വ്യക്തി എന്ന് പലപ്പോഴും നമ്മൾ ധരിക്കാറുണ്ട്, ഇല്ലേ? ഒരു വസ്ത്രത്തിലാകുമ്പോൾ നമ്മൾ പല സ്ഥാനങ്ങളിരിക്കുന്നതും പല വസ്ത്രങ്ങൾ അണിയുന്നത് എന്തിനാണ്? ഒരു പോലീസുകാരൻ്റെ വസ്ത്രം, അവനെ പോലീസാക്കുന്നത് അവൻ്റെ വസ്ത്രമാണ്. ഒരു വക്കീലിനെ വക്കീലാക്കുന്നത് വസ്ത്രമാണ്. ഒരു ജഡ്ജിയെ ജഡ്ജിയാക്കുന്നത് വസ്ത്രമാണ്. ഇതെല്ലാം സ്ഥാനവസ്ത്രങ്ങൾ അണിയുന്നത് എന്തുകൊണ്ടാണ്? ആ വസ്ത്രത്തിൽ ആ വ്യക്തിത്വത്തെ പ്രകാശിപ്പിക്കാൻ വേണ്ടിയാണ് മറ്റുള്ളവരുടെ ഇടയിൽ. അതുകൊണ്ട് ഓരോ സ്ഥാനത്തും ഇരിക്കുന്നവൻ, പുരോഹിതൻ്റെ വസ്ത്രം ധരിക്കുന്നു, രാഷ്ട്രീയക്കാരൻ്റെ വസ്ത്രം ധരിക്കുന്നു. ഇങ്ങനെ ഓരോ ഇടത്തും ഇരിക്കുന്നവൻ ആ വസ്ത്രം ധരിക്കുന്നത് മറ്റുള്ളവർക്കിടയിൽ ഇതാണ് ഞാൻ എന്ന് കാണിക്കാൻ വേണ്ടിയാണ്. ഈ വസ്ത്രമാണ്. അതുപോലെ ഈ ആത്മാവിൻ്റെ വസ്ത്രമാണ് ശരീരം എന്ന് നമുക്ക് സാമാന്യ അർത്ഥത്തിൽ പറയാം. അതുപോലെ ഈ വസ്ത്രമാണ് തൻ്റെ നഫ്സുകൾ. ഓരോ ഘട്ടത്തിലുമുള്ള നഫ്സ്, ആ നഫ്സ് ഈ ശരീരം എന്നത് ആ നഫ്സിൻ്റെ ഏറ്റവും ബാഹ്യമായ തൊടാൻ പറ്റുന്ന, കാണാൻ പറ്റുന്ന ദൃശ്യരൂപമാണ്. ആ ദൃശ്യരൂപം ആ ആത്മാവിനെയാണ് പ്രതിനിധീകരിക്കുന്നത്. ഈ വസ്ത്രത്തെ നീ ശുദ്ധിയാക്കുക. ഈ വസ്ത്രമാണ് സംശുദ്ധി ചെയ്യപ്പെടേണ്ടത്. ഈ നഫ്സുകളാണ് സംശുദ്ധി ചെയ്യപ്പെടേണ്ടതുണ്ട്. അതിലെ ഇരുളുകൾ അത്രമേൽ ശുദ്ധമാക്കപ്പെടേണ്ടതുണ്ട്. നിന്റെ നഫ്സാകുന്ന കണ്ണാടിയെ, അതിൻ്റെ തുരുമ്പിനെ, അതിലിരിക്കുന്ന എല്ലാ മ്ലേച്ഛമായതിനെയും, എല്ലാ ഇരുളുകളെയും, അതിനെ മുഴുവനും നീ ഉരസി ശുദ്ധിയാക്കേണ്ടതുണ്ട്. നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, ഗുരു പറയുന്നത്, നിന്റെ കണ്ണാടി ഓരോ ഉരസലിലും നീ ഇങ്ങനെ വിരളി പിടിച്ചാൽ എങ്ങനെയാണ് നിന്റെ കണ്ണാടിയെ മിനുസപ്പെടുത്തുക എന്ന്. എങ്ങനെ മിനുസപ്പെടുത്താനാകും? കാരണം എന്താണ്? അതിങ്ങനെ ഓരോ ഉരസലിലും ഈ ജീവിതമാകുന്ന ഗതിയിൽ, വഴിയിൽ
തൻ്റെ അഹന്തയ്ക്കുമേൽ, തൻ്റെ ജീവിതത്തിൻ്റെ ഓരോ ഘട്ടത്തിനുമേൽ അത്രമേൽ ഇങ്ങനെ ഉരസി ഉരസി ശുദ്ധീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒരു ആധ്യാത്മികനെ സംബന്ധിച്ചിടത്തോളം, ആധ്യാത്മ വഴിയിൽ സഞ്ചരിക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഓരോ ഘട്ടത്തിലും അവനെ ശുദ്ധി ചെയ്യപ്പെടുന്ന ഘട്ടത്തിലൂടെ അവനിങ്ങനെ പരിണമിച്ചു കൊണ്ടേയിരിക്കുക. അങ്ങനെ പരിണമിക്കണമെങ്കിൽ തന്നെ വിട്ടു കൊടുക്കേണ്ടതുണ്ട്. ശുദ്ധി ചെയ്യാനായി തൻ്റെ വസ്ത്രങ്ങളെ ഇടയ്ക്കിടെ ശുദ്ധി ചെയ്യേണ്ടതുണ്ട്. ശുദ്ധി ചെയ്യാതിരിക്കുമ്പോൾ എന്ത് സംഭവിക്കും? പിന്നെയും പിന്നെയും അതിൽ മാലിന്യം നിറയും. നമ്മൾ 1-2 ദിവസത്തിനകം വസ്ത്രങ്ങൾ പിന്നെയും പിന്നെയും അലക്കി ശുദ്ധിയാക്കുന്നത് പോലെ നമ്മുടെ നഫ്സിനെ, നമ്മുടെ ബോധത്തെ, നമ്മുടെ വിചാരങ്ങളെ, നമ്മുടെ ഹൃദയത്തെ, നമ്മുടെ കൽബിനെ നിരന്തരം ശുദ്ധി ചെയ്തുകൊണ്ടേയിരിക്കേണ്ടതുണ്ട്. ആ ശുദ്ധി വരാത്തത് കൊണ്ടാണ് പലപ്പോഴും അതിനുമേൽ മാലിന്യങ്ങൾ കൂമ്പാരമായിട്ട് അതങ്ങനെ നിറഞ്ഞ് അതങ്ങ് പിടിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും അതിനെ ശുദ്ധിയാക്കാൻ കഴിയാത്ത വിധം അതിലങ്ങ് പിടിച്ചു പോകുന്നത്. അവിടെയാണ് പിന്നെ അതിനെ മാറ്റണമെങ്കിൽ അത്രമേൽ ശക്തമായ ഉരസലുകളോടെ അതിനെ ഇങ്ങനെ മുറിച്ചെടുക്കേണ്ടി വരും. അതുകൊണ്ടാണ് അത്ര പണി വരുന്നത്. പലപ്പോഴും നമ്മുടെ അഹന്ത അത്രമേൽ ശക്തമാക്കപ്പെടുമ്പോൾ അതിനുമേൽ അതിനെ അങ്ങ് അള്ളിപ്പിടിച്ചിരിക്കുന്നതിനെ പിടിച്ചു മാറ്റാൻ ഏറെ പ്രയാസമാണ്. അതുകൊണ്ടാണ് നിന്റെ വസ്ത്രങ്ങൾ നീ ശുദ്ധിയാക്കിക്കൊണ്ടേയിരിക്കുക. അവിടെ ഗുരു എങ്ങനെയാണ് പറയുന്നത് നോക്കാം. മഅനവിയുടെ 1-ാം വോള്യത്തിൽ 3880 ഇരടിയിൽ ഗുരു പറയാണ്, ജാമശുയി ഖർദ് ഖാഹി വേ ഫുലാൻ റുമഗർദാൻ അസ് മഹല്ലൈക ഗാസ്റാൻ. ഹേ മനുഷ്യ, ഹേ അന്വേഷിയായ മനുഷ്യ, ഹേ ശിഷ്യഹൃദയവുമായിട്ട് ആ ദൈവികതയിലേക്ക് പ്രയാണം നടത്തണമെന്ന് ആഗ്രഹിക്കുന്ന മനുഷ്യ, ആ മനുഷ്യനോട് പറയാ, നീ ആശിക്കുന്നുവെങ്കിൽ ജാമശുയി, നിന്റെ വസ്ത്രങ്ങൾ കർദ് ഖാഹി, അത് അലക്കി ശുദ്ധിയാക്കണമെന്ന് നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നിന്റെ വസ്ത്രങ്ങൾ ശുദ്ധീകരിക്കപ്പെടണമെന്ന് നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നിന്റെ വസ്ത്രം അത്രമേൽ മലീമസമാണ്, നീ അറിയുന്നില്ല. നിന്റെ വസ്ത്രത്തിൻ്റെ ദുർഗന്ധം നീ മനസ്സിലാക്കുന്നില്ല. നീ അതിൽ പെട്ടുപോയിരിക്കുകയാണ്. ദുർഗന്ധം അത് നിരന്തരം ആ ദുർഗന്ധത്തിൽപ്പെട്ടാൽ അതിന് ദുർഗന്ധമായിട്ട് തോന്നുകയില്ല. പക്ഷേ സൂക്ഷ്മശാലികൾക്ക് മനസ്സിലാകും, ആ ശുദ്ധിയുള്ളവർക്ക് മനസ്സിലാകും നിന്റെ വസ്ത്രങ്ങൾ അത്രമേൽ അഴുക്ക് പിടിച്ചിരിക്കുന്നു എന്ന്. അതുകൊണ്ട് നീ ഏതെങ്കിലും ഇടത്ത് അതുകൊണ്ടാണ് സാമാന്യ ഘട്ടത്തിലിരിക്കുന്ന ആളുകൾക്ക് അങ്ങനെ ഒരു ശുദ്ധീകരണത്തിൻ്റെ ആവശ്യം പോലും അവർക്ക് അറിയുകയില്ല. ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോഴാണ്, വഴിയിലേക്ക് പ്രവേശിക്കുമ്പോഴാണ്, നേരത്തെ പറഞ്ഞ ആ തുരീഖത്തിൻ്റെ ഘട്ടത്തിലേക്കൊക്കെ പ്രവേശിക്കുമ്പോഴാണ് എൻ്റെ ഹൃദയത്തിൽ, എൻ്റെ കൽബിൽ ഇത്രമേൽ മലീമസമാണെന്നും തൻ്റെ അഹന്ത അത്രമേൽ രൂക്ഷമായ ദുർഗന്ധം വമിപ്പിക്കുന്നതാണെന്നും സ്വയം അറിയാൻ സാധിക്കുന്നത് അപ്പോഴാണ്. അത്രയും മോശമാണ് താനെന്ന്, തൻ്റെ നഫ്സെന്ന്, തൻ്റെ ഉള്ളം അത്രമേൽ അഹന്തയാൽ, അസൂയയാൽ, മറ്റുള്ളവരെ കുറിച്ചുള്ള ദൂഷ്യങ്ങൾ പറഞ്ഞുകൊണ്ട്, നിരന്തരം തിന്മകൾ ചിന്തിച്ചുകൊണ്ട്, മറ്റൊരാളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അയാളുടെ ഒരു പോസ്റ്റ് കാണുമ്പം പോലും തൻ്റെ ഉള്ളിൽ നിന്ന് അസൂയ ഇങ്ങനെ ഉറവയെടുക്കുന്നുണ്ടെന്ന്, മറ്റൊരാളെ കാണുമ്പോൾ തൻ്റെ ഉള്ളിൽ അഹന്ത വരുന്നുണ്ടെന്ന്, ഒരാളുടെ നന്മ കാണുമ്പോൾ, അയാളുടെ ഉയർച്ച കാണുമ്പോൾ തൻ്റെ ഉള്ളിലുണ്ടാകുന്ന അവസ്ഥയിലേക്ക് ഏറ്റവും ഒന്ന് സൂക്ഷ്മമായിട്ട് നമ്മളൊന്ന് നോക്കുകയേ വേണ്ടൂ. നമ്മൾ എത്രമേൽ അധപ്പതിച്ച ഇടത്താണ് നമ്മുടെ നഫ്സ് എന്നത്. ഒരു സൂക്ഷ്മ ദൃഷ്ടി നമ്മൾ മറ്റുള്ളവരെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ, നമ്മളൊരാളെക്കുറിച്ച് കാണുമ്പോൾ, നമ്മുടെ ഏറ്റവും അടുത്ത ബന്ധുത്വത്തിലുള്ള ആളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ പോലും എന്താണ് നമ്മുടെ വരുന്നത്? ഒന്നുകിൽ അഹന്ത വരാം, അല്ലെങ്കിൽ അസൂയ വരാം, അല്ലെങ്കിൽ എന്തെങ്കിലും അതിനെക്കുറിച്ച് അത് മനസ്സിലാക്കണമെങ്കിൽ നമ്മളെപ്പോഴും പറയാറുള്ളത് പോലെ ഒരു കുടുംബത്തിലുള്ള സുഹൃത്തുക്കൾ കുറച്ച് കാലത്തിന് ശേഷം, കുടുംബത്തിലുള്ള ബന്ധുക്കൾ, സുഹൃത്തുക്കൾ ഒരുമിച്ച് കൂടുമ്പോൾ മറ്റുള്ളവരെക്കുറിച്ച് അവർ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ്? നമ്മൾ ഗീബത്തും നമീമത്തും എന്നൊക്കെ പണ്ട് പഠിച്ചു വെച്ചിട്ടുണ്ട്. അതൊക്കെ ഇങ്ങനെ പോയതാണ്. നമ്മൾ നിരന്തരമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തോ അതിലേക്ക് നോക്കിയാൽ മതി. മറ്റൊരാളുടെ ദൂഷ്യമായിരിക്കും നമ്മൾ പറയാൻ ഇഷ്ടപ്പെടുക. അതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കും നമ്മളെപ്പോഴും. ആ മറ്റൊരാളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടേയിരിക്കും. അവരുടെ കുറവുകളെ നമ്മൾ പറഞ്ഞ് ചിരിക്കാനും അതിനെ പരിഹസിക്കാനും നമ്മൾ സദാ ശ്രമിച്ചു കൊണ്ടിരിക്കും. ഇങ്ങനെ എപ്പോഴും നമ്മുടെ കണ്ണ് മറ്റുള്ളവരിലേക്കാവുകയും അതിനെക്കുറിച്ച് പറയുകയും അതിൽ അഹങ്കരിക്കുകയും അതിൽ അസൂയപ്പെടുകയും അതിനെക്കുറിച്ച് പറഞ്ഞ് നമ്മൾ വലുതാക്കാൻ നിരന്തരം ശ്രമിച്ചു കൊണ്ടിരിക്കുകയും മറ്റുള്ളവരെ താഴ്ത്താനുള്ള നിരന്തരമായ വാക്കുകൾ കൊണ്ടും മനസ്സുകൊണ്ടും പണിയെടുത്തും ഇരിക്കുന്ന നമ്മുടെ മനസ്സിലേക്ക് നമ്മളൊന്ന് സൂക്ഷ്മമായിട്ടൊന്ന് നോക്കുകയേ വേണ്ടൂ. എത്ര ദുർഗന്ധവാഹിയാണ് നമ്മുടെ വസ്ത്രമെന്ന്
ഈ നഫ്സാകുന്ന വസ്ത്രമെന്ന്. ആ വസ്ത്രത്തെ ശുദ്ധീകരിക്കണമെന്ന് നീ ആഗ്രഹിക്കുന്നുണ്ടോ? നീ ആഗ്രഹിക്കേണ്ടതുണ്ട്. അത് ദുർഗന്ധം വമിപ്പിക്കുന്നു എന്ന് നീ അറിഞ്ഞാൽ നീ തീർച്ചയായിട്ടും അത് ശുദ്ധീകരിക്കും. കാരണം അല്ലാതെ നിനക്ക് നിലനിൽക്കാനാവില്ല. അല്ലാതെ നീ ആകെ അസ്വസ്ഥപ്പെടും. നിനക്ക് അത്രമേൽ അസ്വസ്ഥതയുണ്ടോ? അതിൻ്റെ ദുർഗന്ധം നിന്നെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ, അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ജാമെഷൂയി ഗർദ് ഫാഹി ഏ ഫുലാൻ എന്ന് പറഞ്ഞിട്ട് ഗുരു പറയാണ്, റൂ മഗർദാൻ അസ് മഹല്ലൈ ഗാസറാൻ. അങ്ങനെയാണെങ്കിൽ നീ ഒരിക്കലും നിന്റെ മുഖം തിരിക്കരുത്. എവിടെ നിന്ന്? ആ അലക്കുകാരുടെ പ്രദേശത്ത് നിന്ന്, അവരുടെ മഹല്ലിൽ നിന്ന്. ഗാസറാൻ, ആ അലക്കി ശുദ്ധിയാക്കുന്ന ആളുകളുണ്ട്. അലക്കി ശുദ്ധിയാക്കുന്ന ആളുകളുടെ അടുത്ത് പോയിട്ട് നിന്റെ വസ്ത്രങ്ങൾ കൊണ്ടു കൊടുക്കണം. ആ വസ്ത്രങ്ങൾ അവിടെ ഏൽപ്പിക്കണം. അതിനെ അടിച്ചടിച്ച് ചിലപ്പോൾ അതിനെ ശുദ്ധിയാക്കും. ഉരച്ചുരച്ച് കഴുകിയിട്ടാണ് അതിനെ ശുദ്ധിയാക്കുക. പലപ്പോഴും ആ ശുദ്ധിയാക്കാൻ വേണ്ടി അത്രയും പണിയെടുക്കേണ്ടി വരും. അപ്പോൾ അതിൽ നിന്ന് നീ മുഖം തിരിച്ചാൽ, അത് ഉരച്ച് കഴുകുമ്പോൾ അത് നിന്നെ അസ്വസ്ഥപ്പെടുത്തിയാൽ ഒരിക്കലും നിന്റെ വസ്ത്രങ്ങൾ ശുദ്ധിയാവുകയില്ല. നിന്റെ നഫ്സ് ശുദ്ധിയാകണമെങ്കിൽ ആ അലക്കുകാരുടെ പ്രദേശത്ത് നിന്ന് നീ മുഖം തിരിക്കരുത്. ഇവിടെയാണ് ഈ അലക്കുകാരെന്നതിനെക്കുറിച്ച്, ഈ വസ്ത്രങ്ങൾ ശുദ്ധിയാക്കുന്നവർ എന്നതിനെ ഗുരു പറയുന്നത്. അത് ആധ്യാത്മ ഗുരുക്കന്മാരെ കുറിച്ചാണ്. ആത്മപ്രകാശമുള്ള ഗുരുക്കന്മാർ. ആ ഗുരുക്കന്മാരിലേക്ക് നീ ചെല്ലുമ്പോൾ അവരാണ് നിന്റെ മനസ്സിനെ, നിന്റെ ബോധത്തെ, നിന്റെ ഹൃദയത്തെ, നിന്റെ ചിന്തകളെ, നിന്റെ അവബോധത്തെ സംശുദ്ധീകരിക്കുന്നത്. അത് സംശുദ്ധീകരിക്കാൻ നീ നിന്ന് കൊടുത്താൽ മാത്രമേ ആ സംശുദ്ധീകരണം സാധ്യമാവുകയുള്ളൂ. അവരുടെ ആ സംശുദ്ധി ചെയ്യുന്ന, അലക്കി ശുദ്ധിയാക്കുന്നവരിൽ നിന്നും നീ നിന്റെ മുഖം തിരിക്കരുത്. വസിയാബക ഫതഹിർ, നീ നിന്റെ വസ്ത്രങ്ങളെ പ്യൂരിഫൈ ചെയ്യുക. അത് തസ്ഗിയത്തിൻ്റെ വഴിയാണ്. അതാണ് സക്കാത്ത്. ആ തസ്ഗിയത്ത്, ആ സംശുദ്ധി, ആ പവിത്രീകരിക്കലാണ്. ആ പവിത്രീകരിക്കാൻ നിന്റെ വസ്ത്രങ്ങളെ നീ കൊണ്ടു കൊടുക്കേണ്ടതുണ്ട്. ആ വസ്ത്രങ്ങളെ നീ വിട്ടുകൊടുക്കേണ്ടതുണ്ട്. അത് ചിലപ്പോൾ കല്ലിലടിച്ചായിരിക്കും ശുദ്ധിയാക്കുക, അല്ലെങ്കിൽ അതിൻ്റെ മെഷീനിലിട്ടിട്ട് ഇങ്ങനെ നിരന്തരം കറക്കിക്കൊണ്ടിരിക്കും. ആ കറക്കി അതിനെ ശുദ്ധിയാക്കി, അതിനെ കഴുകി ശുദ്ധിയാക്കപ്പെടേണ്ടതുണ്ട്. അതിന് നീ സന്നദ്ധമായാൽ മാത്രമേ നിന്റെ വസ്ത്രങ്ങൾ ശുദ്ധിയാക്കപ്പെടുകയുള്ളൂ. അതുകൊണ്ട് അത് ശുദ്ധിയാക്കാൻ, അത് ശുദ്ധിയാക്കുന്നവരിൽ നിന്ന് മുഖം തിരിക്കാതെ അവരെങ്ങനെയാണോ അതിനെ ശുദ്ധിയാക്കുന്നത്, ആ ശുദ്ധിയാക്കുന്നതിൽ നിന്റെ ബോധത്തെ, നിന്റെ തലയെ നീ വെച്ചു കൊടുക്കുക. നീ സമർപ്പിതനായി നിലനിന്ന് കൊടുക്കുക. അവിടെ മാത്രമാണ് ആ സംശുദ്ധി സംഭവിക്കുന്നത് എന്ന് നീ അറിയുക. അതുകൊണ്ട് വസിയാബക ഫതഹിർ, നിന്റെ വസ്ത്രങ്ങളെ നീ ശുദ്ധിയാക്കുകയും ചെയ്യുക. മസ്നവിയെ മാനവിയുടെ 1-ാം വോള്യത്തിൽ 3879 ഈരടിയിൽ ഗുരു അതിനെക്കുറിച്ച് അത് പറഞ്ഞു തുടങ്ങുന്നിടത്ത് പറയുന്നു ഈ വിഷയം. പറയാണ്, നിന്റെ ഇന്ദ്രിയാത്മാവിന്, ഇവിടെ ഞാൻ എന്ന് പറയുന്നൊരു വാക്ക്, ഞാൻ എന്ന് പറഞ്ഞാൽ അപ്പം എന്നാണ്, അന്നം. അതായത് ഈ ഭൗതികതയുടെ ആ പ്രലോഭനത്തിൻ്റെ, നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം പറഞ്ഞു വരുന്ന ആ ഭൗതിക പ്രലോഭനങ്ങളുടെ, ഐഹികതയുടെ, ലൗകികതയുടെ ഇടത്ത് നിന്ന്, അതിൽ നിന്നും അകന്നു നിൽക്കാൻ, നിന്റെ ഹൃദയം അകന്നു നിൽക്കാൻ, വസ്തുക്കളിൽ നിന്നും മാറി നിൽക്കാനല്ല, നിന്റെ ഹൃദയം, അതിൽ നിന്നും നിന്റെ ഹൃദയത്തിൻ്റെ ആസക്തി, നിന്റെ ഹൃദയത്തിൻ്റെ ആ ഭ്രമം, അതിൽ നിന്നും മാറാൻ, അതിൽ നിന്നും അകന്നു നിൽക്കാൻ നിന്റെ ഇന്ദ്രിയാത്മാവിന്, ജാനഹിസ് എന്നാണ്, നിന്റെ ഇന്ദ്രിയങ്ങളിലൂടെയുള്ള ആ ആത്മാവിന്, നിന്റെ ഇന്ദ്രിയാത്മാവിന് അതിന് ക്ഷമ കിട്ടുന്നില്ലെങ്കിൽ, ഗർനദാറത് സ്വബർ സീനാൻ ജാനഹിസ്, നിന്റെ ഇന്ദ്രിയാത്മാവിന് ഈ അപ്പത്തിൽ നിന്ന് ഹൃദയം അകന്നു നിൽക്കാനുള്ള ക്ഷമ നിനക്ക് കൈവന്നിട്ടില്ലെങ്കിൽ, കാരണം പലപ്പോഴും അത് പിന്നെയും അതിലേക്ക് പിടിച്ചു കൊണ്ടുപോകും. നിനക്കതിൽ നിന്ന് മുക്തമാകാൻ സാധിക്കാത്ത വിധം അത് പലപ്പോഴും നിന്നെ പിടിച്ചു കൊണ്ടുപോവുക തന്നെ ചെയ്യും. അതുകൊണ്ട് അതിൽ നിന്നും നിനക്ക് മുക്തമാകാൻ, ആ അപ്പത്തിൽ നിന്ന്, ആ ഇന്ദ്രിയാത്മാവിന് ആ ലൗകികതയിൽ നിന്ന് അകന്നു നിൽക്കാനുള്ള, നിന്റെ ഹൃദയത്തെ അതിൽ നിന്നും മാറ്റി നിർത്തി ദൈവികതയിലേക്ക് മാത്രമായി തിരിക്കാൻ, ആ ഇരുളിൽ നിന്ന് പ്രകാശത്തിലേക്ക് തിരിക്കാനുള്ള ശക്തി നിനക്ക് പൂർണ്ണമായും കിട്ടിയിട്ടില്ലെങ്കിൽ, ഇപ്പോഴും നീ ദുർബലനായി അതിലേക്ക് വീണു പോകുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? കീമിയാറാ ഗീറസർ ഗർദാൻ തൊമിസ്,
നീയാകുന്ന വെള്ളിയെ സ്വർണമാക്കി തീർക്കുന്ന ആ രാസവിദ്യയെ ആശ്ലേഷിക്കുക നീ. ആ കീമിയ എന്ന് പറഞ്ഞാൽ ആൽക്കെമിയെ ആശ്ലേഷിക്കുക. ഏതാണ് ആൽക്കെമി? നീയാകുന്ന ഈ വെള്ളി, നീയാകുന്ന ഈ താഴ്ന്ന ലോഹത്തെ അതിനെ സ്വർണമാക്കി പരിവർത്തിപ്പിക്കുന്ന ഒരു ആൽക്കെമിയുണ്ട്. ആൽക്കെമിയെയാണ് നമ്മൾ തസവ്വുഫ് എന്ന് പറയുന്നത്. നമ്മളിവിടെ ആ വഴി, ആധ്യാത്മ വഴി എന്ന് പറയുന്നത്. ആ ആത്മവിദ്യയാകുന്ന അധ്യാത്മ വഴി, ആത്മവിദ്യയാകുന്ന ആ രാസവിദ്യ അല്ലെ, ആൽക്കെമി എന്നത്, ആ ആൽക്കെമിയാണത്. അതെന്താണ് ചെയ്യുന്നത്? നീയാകുന്ന ഏറ്റവും താഴ്ന്ന അവസ്ഥയിലിരിക്കുന്ന, നിന്റെ ഹൃദയം ഏറ്റവും ദുർഗന്ധം വമിക്കുന്ന അവസ്ഥയിൽ, ആകെ ചളിയും പൊടിയും പിടിച്ചിരിക്കുന്ന അവസ്ഥയിലാണ് നിന്റെ ഈ വസ്ത്രങ്ങൾ അത്രയും ഉള്ളത്. ആ വസ്ത്രങ്ങൾ ഒട്ടും വിലയില്ലാത്തതാണ്, ഒന്നിനും പറ്റാത്തതാണ്. അത് ഏത് നിമിഷവും അത്രയും കീറിപ്പറിഞ്ഞു പോകുന്ന അത്രയും മോശമായ അവസ്ഥയിലാണ്. നിന്നെ കണ്ടാൽ തന്നെ അറിയാം. ആ അവസ്ഥയിലാണ് നിന്റെ വസ്ത്രം ഇരിക്കുന്നത്, നിന്റെ നഫ്സ് ഇരിക്കുന്നത്. ആ നഫ്സിനെ ഏറ്റവും താഴ്ന്ന അവസ്ഥയിൽ നിന്ന് അതിനെ ഏറ്റവും ഉത്കൃഷ്ടമായ ബോധത്തിലേക്ക്, ഉത്കൃഷ്ടമായ അവസ്ഥയിലേക്ക് മാറ്റി തീർക്കുന്ന, ഏറ്റവും താഴ്ന്ന ലോകത്ത് നീയാകുന്ന ഈ വെള്ളിയെ സ്വർണമാക്കി പരിവർത്തിപ്പിക്കുന്ന ആ ആത്മവിദ്യയെ ആശ്ലേഷിക്കുക നീ എന്നാണ് ഗുരു പറയുന്നത്. അത് മാത്രമാണ് വഴി. ആത്മവിദ്യയുടെ ആളുകളെയാണ് ഇവിടെ അലക്കുകാർ എന്ന് പറയുന്നത്. അവരെന്താണ് ചെയ്യുക? നീയാകുന്ന അത്രയും ചളി പുരണ്ട് പിടച്ചിരിക്കുന്ന, ഒരു വിലയുമില്ലാത്ത അവസ്ഥയിൽ നീയാകുന്ന ഈ മുത്തിനെ അങ്ങനെ ചളി പിടിച്ച് കറ പിടിച്ച് ആകെ ഒന്നിനും പറ്റാത്ത ഒരു കല്ലിനേക്കാൾ മോശമാം വിധം ചെളി പിടിച്ചിരിക്കുന്നതിനെ ശുദ്ധിയാക്കേണ്ടതുണ്ട്. അതിനെ ഉരസി അതിനെ വൃത്തിയാക്കി ഏറ്റവും സംശുദ്ധമായ ഒരു വെൺമുത്തായിട്ട് കയ്യിലെടുക്കേണ്ടതുണ്ട്. ആ വെൺമുത്ത് ആകെ പുരണ്ട് പിടിച്ചിരിക്കുകയാണ്. അതാണ് ആ വസ്ത്രം, ആ വെൺമുത്താകുന്ന ആ വസ്ത്രം. വസിയാബക ഫതഹിർ, അതിനെ, ആ വെൺമുത്തിനെ ശുദ്ധിയാക്കി എടുക്കേണ്ടതുണ്ട്. ആ ശുദ്ധിയാക്കി എടുക്കണമെങ്കിൽ അതിൽ നിന്ന് പിന്നെയും നിന്റെ ഇന്ദ്രിയാത്മാവ് ആ ചെളി പിടിക്കുന്നതിലേക്ക് പിന്നെയും വീണു പോവുകയാണ്. നീയാകുന്ന ആ വെൺമുത്ത് എന്താണ്? അതിലേക്ക് വീണു പോവുകയാണ്. പിന്നെയും ചളി പിടിച്ച് അതാകെ ഇരുണ്ട് മാറിപ്പോവുകയാണ്. അവിടെ നിന്ന് അതൊന്ന് ശുദ്ധിയാകണമെന്ന് നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നീ അലക്കുകാരിലേക്ക് തിരിയുക. നിന്റെ വസ്ത്രം അത്രമേൽ പിന്നെയും ചെളി പിടിക്കുമ്പോൾ, നീയാകുന്ന ഈ ലോഹം, നീയാകുന്ന വെൺമുത്ത് ഇങ്ങനെ ഒരു വിലയുമില്ലാത്ത താഴ്ന്ന ലോഹമായിട്ടിരിക്കുമ്പോൾ അതിനെ സ്വർണമാക്കി പരിവർത്തിപ്പിക്കുന്ന ആ കീമിയൻ്റെ അഹലുകാരിലേക്ക്, ആ ആൽക്കെമിയുടെ അഹലുകാരിലേക്ക്, ആ യഥാർത്ഥമായ അതിനെ സ്വർണമാക്കി തീർക്കുന്ന, അതിനെ മുത്താക്കി മാറ്റുന്ന അതിൻ്റെ അഹലുകാരിലേക്ക് നീ ചെല്ലുക. അതിനെ നീ ആശ്ലേഷിക്കുക. അപ്പോൾ മാത്രമാണ് നിന്റെ ബോധത്തിൽ പരിവർത്തനം ഉണ്ടാകുന്നത്, നിന്റെ ഇരുളുകൾ പ്രകാശമായി തീരുന്നത്, നിന്റെ ഹൃദയം തിളങ്ങി നിന്റെ ആത്മബോധത്തോട് ചേർന്ന് ആത്മപ്രകാശമായി ആ ദൈവികതയോട് ചേരുന്നത്, ആ ദൈവികതയുടെ ആനന്ദഹർഷത്തെ അനുഭവിക്കാൻ സാധിക്കുന്നത് അവിടെയാണ്. അതുകൊണ്ട് നീ നിന്റെ വസ്ത്രങ്ങളെ ശുദ്ധിയാക്കുക. വസിയാബക ഫതഹിർ എന്ന ആ വിശുദ്ധ ഖുർആൻ സൂക്തത്തെ ഹൃദയ ഗുരു ഇങ്ങനെ ആഴത്തിൽ പറയാണ്. ആദ്യം നീ ആ അലക്കുകാരിൽ നിന്ന് മുഖം തിരിക്കാതിരിക്കുക, അതിലേക്ക് നിന്റെ വസ്ത്രങ്ങളെ കൊണ്ടു കൊടുക്കുക. രണ്ടാമതായിട്ട് അതിൻ്റെ മുന്നേ പറഞ്ഞത്, അതിന് നിനക്ക് ക്ഷമ കിട്ടുന്നില്ലെങ്കിൽ, നീ പിന്നെയും ആ അഭിരമിക്കലിലേക്ക് പോവുകയാണെങ്കിൽ നീ എന്ത് ചെയ്യുക? അതിൽ നിന്നും നിന്നെ ശുദ്ധിയാക്കുന്ന, അതിൽ നിന്നും നിന്നെ തിരിച്ചു കൊണ്ടുവരുന്ന ആ കീമിയൻ്റെ അഹലുകാരിലേക്ക്, ആൽക്കെമിയുടെ ആളുകളിലേക്ക് ആൽക്കെമിയെ നീ ആശ്ലേഷിക്കുക. അപ്പോൾ നീയാകുന്ന വെള്ളിയെ അവർ സ്വർണമാക്കി തരും. ഏറ്റവും താഴ്ന്ന അവസ്ഥയിലിരിക്കുന്ന നിന്നെ മുത്താക്കി മാറ്റും അവർ എന്ന് പറയാം. അതിനുശേഷം പറയുന്നു, നബിയുടെ 1-ാം വോള്യത്തിൽ 3881 ഇരടിയിൽ പറയാണ്, ഗർച്ചനാൻ ബിഷ്കസ്ത് മർറുസൈതുറാ ദർശികസ്തേ ബന്ദ് പീച്ചോ ബർതറാ. നിന്റെ അപ്പം, ആ ഭൗതികതയാകുന്ന, ആ ലൗകികതയാകുന്ന അപ്പം, അപ്പത്തോട് ഭ്രമിച്ചുകൊണ്ട് അതിലേക്ക് പെട്ടുപോയിക്കൊണ്ട് അത് നിന്റെ വ്രതത്തെ മുറിച്ചു കളഞ്ഞിട്ടുണ്ടെങ്കിലും, മർറുസൈതുറ, നിന്റെ വ്രതത്തെ അത് മുറിച്ചു കളഞ്ഞിട്ടുണ്ട്. കാരണം നിന്റെ വ്രതം എന്നത്, നിന്റെ ആ ഉപാസന എന്നത്, അല്ല ആ ഉപവാസം എന്നത്, നീ വസിച്ചു കൊണ്ടിരിക്കുന്നത്,
ആ ദൈവികതയിൽ മാത്രം വസിച്ചു കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് ഉപവസിക്കുക എന്ന് പറയുന്നത്. നിന്റെ ഉപവാസത്തെ അത് മുറിച്ച് കളഞ്ഞിട്ടുണ്ടെങ്കിൽ, കാരണം ആ ദൈവികതയിൽ നിന്ന് ഏതെങ്കിലും നിമിഷത്തിലേക്ക് ആ ലൗകികതയിലേക്ക്, ആ ദൈവികതയല്ലാത്ത ഏതൊന്നിലേക്ക് വീഴുന്നതിനെയും ആണ് നമ്മൾ പറയുന്നത്. ആ അപ്പം, ആ അന്നം, ആ ലൗകികത നിന്നെ ആ ഉപവാസത്തിൽ നിന്ന് നിന്നെ മുറിച്ച് കളഞ്ഞിട്ടുണ്ടെങ്കിലും എന്താണ്, ദർശികസ്തേ ബന്ദ് പീച്ചോ ബർത്തറ, നീ എന്ത് ചെയ്യുക? അങ്ങനെ മുറിച്ച് കളഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മുറിഞ്ഞതിനെ കൂട്ടിച്ചേർക്കുന്ന മാർഗദർശിയെ മുറുകെ പിടിക്കുക നീ. അതുവഴി നിനക്ക് ആ ദൈവികതയിലേക്ക് ഉയരുക. ബർത്തറ, അത് മാത്രമാണ് വഴി. അത് നിന്റെ ഉപവാസത്തെ മുറിച്ച് കളയും. ആ ലൗകികതയോടുള്ള നിന്റെ ഹൃദയത്തിൻ്റെ ആസക്തികൾ, നിന്റെ ഭ്രമം, അതിലേക്ക് നീ അറിയാതെ പെട്ടുപോകുമ്പോൾ നിന്റെ ഉപവാസത്തിൻ്റെ ആ വിശുദ്ധി, ഉപവാസത്തിലൂടെ ആ ദൈവികതയിൽ മാത്രമായിരിക്കുന്ന നിന്റെ ഹൃദയത്തെ അതിൽ നിന്നും മുറിച്ച് കളയുമെന്നത് നിശ്ചയമാണ്. അങ്ങനെ മുറിച്ച് കളഞ്ഞ് അതിൽ നിന്നും അകന്നു പോകുമ്പോൾ നീ എന്ത് ചെയ്യുക? ആ മുറിഞ്ഞത് കൂട്ടിച്ചേർക്കുന്ന മാർഗദർശിയെ മുറുകെ പിടിക്കുക നീ. ആ മാർഗദർശിയാണ്, ആ ആൽക്കെമിസ്റ്റാണ്, ആ ഗുരുപ്രകാശം എന്നത്, ആ ഗുരു എന്നത്. ആ ആൽക്കെമിസ്റ്റിനെ മുറുകെ പിടിക്കുക. ആൽക്കെമിസ്റ്റ് നിന്നെ അതുവഴി, ആ ആൽക്കെമിസ്റ്റ് നിന്നെ ആ ദൈവികതയിലേക്ക്, ഏതൊന്നിൽ നിന്നാണോ നീ വിട്ടുപോന്നിട്ടുള്ളത് ആ വിട്ടുപോകുന്നതിലേക്ക് തന്നെ നിന്നെ തിരിച്ചു കൊണ്ടുപോകും നിശ്ചയം എന്ന് പറയാണ്. എന്നിട്ട് ആ ആൽക്കെമിസ്റ്റിനെ കുറിച്ച് പറയാണ്, ചൂൻ ഷികസ്തെ ബന്ദ് ആമദ് ദസ്തഉ പസ് റുഫു ബാഷദ് യഖീൻ ഇഷ്കസ്തഉ. ആ ആൽക്കെമിസ്റ്റിനെ കുറിച്ച് പറയാം, ആ ഗുരുവിനെ കുറിച്ച് പറയാണ്. അവൻ്റെ കരങ്ങൾ തകർന്നതിനെ ഒന്നാക്കി ചേർക്കുന്നത് കൊണ്ട് അറിയുക, അവൻ്റെ ആ തകർക്കൽ തന്നെ നിർമ്മിക്കലാകുന്നു. അവനാണ് ഈ ഒന്നാക്കി ചേർക്കുന്നത്. ആ ഒന്നാക്കി ചേർക്കുന്നത് തകർന്നതിനെയാണ്, അല്ലേ? ആ തകർന്നതിനെ ഒന്നാക്കി ചേർക്കുന്ന ആ ഗുരുവിൻ്റെ കൈ പിടിക്കുക, ആ മാർഗദർശിയെ മുറുകെ പിടിക്കുക. ആ മുറുകെ പിടിക്കുമ്പോൾ അതിനു മുമ്പേയുള്ള ഈ തകർക്കപ്പെട്ടത് പോലും ഈ ഒന്നാക്കി ചേർക്കാൻ വേണ്ടിയാണെന്നറിയുക. ആ പരമമായതിൽ നിന്ന് വേർപെട്ട് വന്നത് തന്നെ എന്തിനു വേണ്ടിയാണ്? ആ പരമമായതിലേക്ക് തന്നെ തിരിച്ചെത്താൻ വേണ്ടിയാണ്. ഓരോ തകർക്കപ്പെടലും നിർമ്മിക്കാൻ വേണ്ടിയിട്ടാണ്. അതിൻ്റെ ഒരു മഹാലീലയാണ്. നമ്മൾ പറഞ്ഞു, എറിഞ്ഞിട്ടില്ല, എറിഞ്ഞപ്പോൾ അവൻ മാത്രമാണ് എറിഞ്ഞത്. വലാകിന്നല്ലാഹ റമാ, എറിഞ്ഞത്. അവിടെ ഇങ്ങനെ ആ കളി എറിഞ്ഞത് എന്നത്, എറിഞ്ഞിട്ടില്ല എന്നത് അവൻ മാത്രമാണ് ചെയ്യുന്നത് എന്നത്, ഇതെല്ലാം ഇങ്ങനെ തകർക്കുകയും ഒരു തരം കൺസ്ട്രക്ഷനും, അതിനെ ഡീകൺസ്ട്രക്ട് ചെയ്യുന്നു, പിന്നെ റീകൺസ്ട്രക്ട് ചെയ്യുന്നു. ഇങ്ങനെ അതിനെ അപനിർമ്മിതിയാണ്, പിന്നെ നിർമ്മിച്ചെടുക്കുന്നു. ആ സൃഷ്ടിയുടെ സംഹാരത്തിൻ്റെ, സ്ഥിതിയുടെ സംഹാരത്തിൻ്റെ ഇതിനൊരു മഹാലീല സംഭവിച്ചു കൊണ്ടേയിരിക്കുന്നു. സൂക്ഷ്മമായിട്ട് ഗ്രഹിക്കുക. അവിടെ അത് തകർത്തിട്ടുണ്ടെങ്കിൽ എന്തിനു വേണ്ടിയിട്ടാണ്? അതിനെ കൂട്ടിച്ചേർക്കാൻ വേണ്ടിയിട്ടാണെന്ന് അറിയുക. അതുകൊണ്ട് തന്നെ അതിനെ കൂട്ടിച്ചേർക്കുന്ന മാർഗദർശിയെ, ആൽക്കെമിസ്റ്റിൻ്റെ കൈ പിടിക്കുക. ആ ആൽക്കെമിസ്റ്റിൻ്റെ കൈ പിടിച്ചുകൊണ്ട്, ആൽക്കെമിസ്റ്റിന് മാത്രമേ നീയാകുന്ന അതിലുള്ള അതിനെ മുഴുവനും അതിൻ്റെ ചില രാസവിദ്യകളിലൂടെ പ്രയോഗിച്ചുകൊണ്ട്, ആ രാസവിദ്യകൾ പ്രയോഗിച്ചുകൊണ്ട് ആൽക്കെമിസ്റ്റിന് മാത്രമാണ്, ആ രാസവിദ്യ നടത്തുന്ന ആൽക്കെമിസ്റ്റിന്, ആ ഗുരുവിന് മാത്രമാണ് അതിലുള്ള പല നിഗൂഢ വിദ്യകളിലൂടെ അതിലേറ്റവും നിസ്സാരമായതിനെ ഏറ്റവും സമുത്കൃഷ്ടമാക്കാൻ സാധിക്കുന്നത്. അതിനേറ്റവും വെറും കല്ലായിരുന്നതിനെ ഒരു വെൺമുത്താക്കി മാറ്റാൻ സാധിക്കുന്നത് അവന് മാത്രമാണ്. അതുകൊണ്ട് വസിയാബക ഫതഹിർ, നിന്റെ വസ്ത്രങ്ങൾ നീ ശുചിയാക്കുക സസ്നേഹം.